Watch full episodes on Jio Hotstar. നിങ്ങൾക്കൊരു കത്തുണ്ട്. കത്തോ? എവിടെ? തന്നെ. മൈ ഡിയർ ബട്ടു, ഞാൻ എത്രയും പെട്ടെന്ന് ഫോറിനിന്ന് ഇവിടെ എത്തുന്നതായിരിക്കും. നിന്നെ കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. ചെറുപ്പത്തിലാണ് നിന്നെ അവസാനമായിട്ട് കണ്ടത്. ഇപ്പൊ നീ ഒരുപാട് വളർന്നു കാണുമല്ലേ? ചെറുപ്പത്തിൽ നീ എന്നെ കാണുമ്പോഴൊക്കെ പെട്ടെന്ന് എന്റെ അടുത്തേക്ക് ഓടി വരുന്ന കുട്ടിയായിരുന്നു നീ. എന്റെ അടുത്ത് കഥ കേൾക്കാൻ നിനക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നീ എവിടെയാണെങ്കിലും ഓടി വന്നേനെ. നിനക്കെന്നെ അത്രയും ഇഷ്ടം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചത്. എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അടുത്ത് വരുന്നതാണ്. എന്ന് നിന്റെ മാമൻ മാമനോ? പട്ടൂടെ മാമൻ വരുന്നുണ്ടത്രേ. പട്ടൂടെ മാമൻ വരുന്നേ. മാമനോ? ഏത് മാമനാണ്? നിനക്കൊരു മാമനുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതേ കട്ടു, അപ്പൊ ഞാൻ ഇത്ര ചെറിയ കുട്ടിയായിരുന്നില്ലേ? അല്ലല്ല, ഇതിനേക്കാളും ചെറിയ കുട്ടിയായിരുന്നു ഞാൻ. തെറ്റാണല്ലോ. ഇതിനേക്കാളും ചെറിയ പയ്യനായിരുന്നു ഞാൻ. മനസ്സിലായി. നീ വളരെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ എന്താണ് സംഭവിച്ചെന്ന് പറയൂ. അപ്പോഴാണ് എന്റെ മാമൻ ഫോറിനിലേക്ക് പോയത്. അങ്ങനെയാണ് ഞങ്ങൾ ഔട്ട് ഓഫ് എന്റെ മാമനെ ടച്ച് വരുന്നുണ്ടേ. എനിക്ക് കളിക്കാൻ കുറെ സാധനങ്ങൾ കൊണ്ടുവരല്ലോ. ഞാൻ എന്റെ മാമനെ കാണാൻ പോകുന്നില്ല. മാമൻ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിന്റെ മാമന്റെ പേര് കേട്ട ഉടനെ നീ ആ പഴയ കൊച്ചുകുട്ടി ആയെന്ന വിചാരം. ആദ്യം നീ ഒന്ന് താഴെ ഇറങ്ങി. ഞാൻ നിന്റെ മാമനല്ല. എന്റെ സിക്സ്ത് സെൻസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോന്ന് സംഭവിക്കാൻ പോന്നു. എന്റെ മാമനെ ഞാൻ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. നീ നിന്റെ മാമനെ നോക്കിയാ മതി. ആപത്തുകളെയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഷേർ സിംഗ് ഈ നഗരത്തിൽ വലിയ വലിയ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അയാൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം പോലീസ് അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും പോലീസിന്റെ അടുത്ത് നിന്ന് അവന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ നഗരത്തിൽ അവൻ എവിടെയും ഒളിക്കാൻ പറ്റില്ല. മനസ്സിലാക്കിക്കോ. അവനെങ്ങാനും ഓടി രക്ഷപ്പെട്ടാൽ എന്തു ചെയ്യും സാറേ? ഒരു പക്ഷേ അവൻ അങ്ങനെ ഓടിയാൽ ഞാൻ അവനെ ഓടിപ്പോയി പിടിക്കുന്നതായിരിക്കും. ഇൻസ്പെക്ടർ മൽമാനി സാർ ഷേർ സിംഗിനെ എത്രയും നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ ഷേർ സിംഗിനെ പിടിക്കാൻ പറ്റില്ല. കാരണം ഒളിക്കാനുള്ള സ്ഥലം ഞാൻ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. ഞാൻ പട്ടുകൊണ്ട് അമ്മാവനായിട്ട് വേഷമിട്ടുകൊണ്ട് അവരുടെ വീട്ടിൽ ഒളിക്കാൻ പോവാണ്. ഞാൻ അവിടെ ഇരുന്നാൽ എന്റെ മേലെ ആർക്കും സംശയം തോന്നില്ല. ഞാൻ അയച്ച ലെറ്റർ നേരത്തെ തന്നെ പട്ടുകൊണ്ട് എടുത്ത് പോയിട്ടുണ്ടാവും. ഈ ഗെറ്റപ്പ് ഇട്ടിട്ട് ഞാൻ അവിടേക്ക് പോയാൽ അവൻ എന്നെ സ്വീകരിക്കും. അമ്മാവന്റെ ഗെറ്റപ്പ് എങ്ങനെ വർക്കൗട്ട് ആവുന്നെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ തടിയന്മാർക്ക് എന്നെ മനസ്സിലാവുണ്ടോ എന്ന് നോക്കാം. ഇവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ ബോസിനെ പിടിക്കാൻ വേണ്ടി പോലീസ് സ്പെഷ്യൽ ടീമായിട്ട് തെരഞ്ഞുകൊണ്ട് നടക്കുക. നമ്മുടെ ബോസ് പോലീസിന്റെ കയ്യിൽ കൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരും വളരെയധികം അവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ പിടിക്കാനായി പോലീസ് വേഷം മാറി വരാനും ചാൻസ് ഉണ്ട്. ഇതാരാണ്? നോക്ക്, ഇവനെ കണ്ട് എനിക്കൊന്ന് സംശയം തോന്നുന്നു. വാ, നമുക്ക് പോയി നോക്കാം. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇനി അവനിങ്ങോട്ട് തിരിച്ചു വരാത്ത വിധത്തിൽ അവനൊരു പണി കൊടുക്കാം. പിന്നെ ബോസിന് തെരഞ്ഞ ബോസ് നമുക്ക് വലിയ സമ്മാനങ്ങളൊക്കെ തരും. എക്സ്ക്യൂസ് മീ ജെന്റിൽമാൻ, നിങ്ങളുടെ ഷേർ സിംഗ് എവിടെയാ? നീ ഞങ്ങളെ ബോസിന് തെരഞ്ഞു വന്നാണല്ലേ? ഇതാ മീനിന് ഭക്ഷണം വായിക്കോ.
എടാ മണ്ടൻ മീന്, നീ ഒരു മീനാണ്, മരം കയറാൻ പാടില്ല, താഴെ ഇറങ്ങി പോ. എടാ നോക്കി നിൽക്കാതെ എന്തെങ്കിലും അല്ല ചേട്ടാ, ഇനിയെങ്ങാനും ഷേർസിങ്ങിനെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ഇതായിരിക്കും അവസ്ഥ, മനസ്സിലായിക്കോ? ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഉള്ളപ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ ബോസിന്റെ അടുത്തേക്ക് എന്തായാലും അടുക്കാൻ പറ്റില്ല, മനസ്സിലായോ? നിങ്ങളെ പോലെ മണ്ടന്മാരെ അടുത്തിരിക്കുമ്പോൾ ഈ ഷെയർസിംഗിന്റെ അടുത്തേക്ക് ആർക്കും വരാൻ കഴിയില്ല. എന്നെ നശിപ്പിക്കാൻ നിങ്ങൾ മതിയല്ലോ. എടാ നല്ലോണം സൂക്ഷിച്ചു നോക്ക, ഞാനാണ് ഷെയർ സിംഗ്, ഷെയർ സിംഗ്. സോറി ബോസ്, സോറി. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇതൊക്കെ ചെയ്ത. ഈ ഗെറ്റപ്പിൽ ഇവർക്ക് തന്നെ എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഗട്ടുപട്ടുണ്ണ എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇന്ന് ഞാൻ കലക്കും. സബ്ജി നിങ്ങളാരാ? ഞാൻ ബട്ടുണ്ട അമ്മാവനാണ്. ബട്ടു സബ്ജി, അമ്മാവൻ സബ്ജി വന്നിരിക്കുന്നു. മാമോ, മാമാ, മാമൻ. പട്ടു പട്ടു, എന്റെ മോനെ, എന്റെ മോനെ, നീ സുഖം തന്നെയല്ലേ? മാമ, ഇതാണ് എന്റെ ഫ്രണ്ട് ഗട്ടു. ആ നമസ്കാരം മാമ. ഓ, ഇത് നിന്റെ സുഹൃത്താണോ? അപ്പൊ ഇവന് എന്റെ മരുമകനെ പോലെ തന്നെയാ. നിനക്കൊരു കാര്യം അറിയോ ഗട്ടു? ചെറുപ്പത്തില് ബട്ടു എന്തെങ്കിലും വികൃതി കാണിച്ചാൽ അവനെ തല്ല മാത്രല്ല, അവന്റെ ചെവിക്ക് ഞാൻ ഇങ്ങനെ പിടിക്കും. ഓ മാമ, ഞങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. പക്ഷെ എന്റെ കാതിന്ന് വിട്, എനിക്ക് വേദന എടുക്കുന്നു. കണ്ടില്ലേ ഗട്ടു, ബട്ടുടെ മാമൻ എന്തൊരു തമാശക്കാരനാണെന്നേ. ശരി വരൂ മാമ. മാമൻ ടയർഡ് ആയിട്ടുണ്ടാവില്ലേ? ടിങ് ടോങ്, മാമന് നല്ല ചൂട് ചായ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കേ. മാമ, ഇതാണ് ടിങ് ടോങ്. ടിങ് ടോങ് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇവനാണ് ചെയ്യാറ്. സോറി ടിങ് ടോങ്, ഞാൻ വേണമെങ്കിൽ നിന്നെ സഹായിക്കാം. വേണ്ട സബ്ജി, ഇത്ര നേരം വെച്ച് നിന്നില്ലേ, ഞാൻ തന്നെ അകത്ത് വെച്ചോളാം. അല്ല അമ്മാവൻ, നമസ്കാരം. പറയൂ സബ്ജി, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കുന്നേ? ബ്രെഡ് ആംപ്ലേറ്റ്, ബ്രെഡ് ബട്ടർ, ചിക്കൻ നൂഡിൽസ്, വെജ് നൂഡിൽസ്, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചപ്പാത്തി, ആലു പൊറോട്ട, വേറെ എന്താ വേണ്ടെന്ന് പറയൂ. പറയൂ സബ്ജി. നീ പറഞ്ഞതിലൊക്കെ ഓരോ പ്ലേറ്റ് ആയി കൊണ്ടുവന്ന, എനിക്ക് വേണ്ട അത്ര ഞാൻ കഴിച്ചോളാം. ഞാൻ കഴിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അന്തം വിട്ടു പോവും. സബ്ജി, ഇതൊക്കെ കഴിക്കാനാണോ അത് വിൽക്കാനാണോ? കണ്ടില്ലേ എന്റെ മാമൻ എത്ര ജോലി ടൈപ്പാണിത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഫണ്ണിയാ. ടിങ് ടോങ് താഴെ വീഴല്ലേ? എന്തിനാ ആവശ്യമില്ല അതെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അറിയാതെ താഴെ വീഴാൻ പോയതല്ലേ, അതിനാണോ ഇതൊക്കെ? അതെന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്താണെന്നറിയോ, നമ്മുടെ ടിങ് ടോങ്ങിന്റെ തലയിൽ എന്തെങ്കിലും ആയെന്ന് വിചാരിച്ചോളൂ, അവൻ എല്ലാം മറന്നു പോകും. പിന്നെ അതെങ്ങനെ ഉണ്ടാവും വെച്ചാൽ അവന്റെ തലയിൽ എന്തെങ്കിലും പറ്റുമ്പോൾ അവൻ എന്തിനാണോ കാണുന്നേ, അവൻ അതേപോലെ തന്നെ ആയി മാറും. അവൻ പഴയതുപോലെ ആവണമെങ്കിൽ അവന്റെ തലയിൽ വെച്ചൊരു കൊട്ടു കൊടുത്താലേ അവൻ പഴയതുപോലെ ആവുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ. ഇനി അവനെ ഞാൻ നോക്കിക്കോളാം. ഇനി അവനായിരിക്കും എന്റെ ആയുധം. നല്ല രസമുണ്ടാവും. ഗട്ടു, ഞാൻ ബട്ടുവിന് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ പോവുക. നീയോ അത് കേൾക്ക്.
കുറെ വർഷത്തിനു ശേഷം എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുക. നീയും എൻജോയ് ചെയ്യേ. ഓക്കെ മാമ. പണ്ടൊരു കാലത്ത് രാജാവുണ്ടായിരുന്നു. ആ മഹാരാജാവിന് അയാളുടെ മന്ത്രിയെ തീരെ ഇഷ്ടമില്ല. ആ മന്ത്രി ഒരിക്കൽ തെറ്റ് ചെയ്തു. അയാളെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് പിന്നിൽ പോയി നിന്ന് അയാളുടെ ചന്തിക്ക് ഇങ്ങനെ അടിച്ചു. ഇതുപോലെ. ഓ എന്റെ മാമ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ തല്ലല്ലേ. ഞങ്ങക്ക് മനസ്സിലായി നിങ്ങൾ എങ്ങനെയാണ് തല്ലിയതെന്ന്. ഇനി ബാക്കി കഥയും കൂടി പറ. എന്തൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മന്ത്രി ഇതുപോലെ പേടിച്ച് തൂങ്ങി കിടക്കായിരുന്നു. അപ്പൊ രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാ തന്റെ കാലിന്റെ ചോട്ടിലുള്ള പന്തില ഇങ്ങനെ തട്ടി. ഔച്ച്. ഓ എന്റെ മാമ, നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ കച്ചകെട്ടി ഇറങ്ങിയതാണോ? കട്ടു, നിന്റെ ഓവർ റിയാക്ഷൻ ഒന്നും നിർത്തുന്നുണ്ടോ? എന്റെ മാമനെ കുറിച്ച് ഇങ്ങനെ പറയല്ലേ. അദ്ദേഹം വെറുതെ തമാശ കളിക്കുകയാണെന്നേ. ഒരു മാമൻ മരുമകന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? നിന്റെ ഫ്രണ്ട് ഗട്ടുവിന് എന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. ബട്ടു, അവന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. അങ്ങനൊന്നും പറയരുത് പ്ലീസ്. എടാ ഗട്ടു ബട്ടു, ഇത് വെറും ട്രെയിലർ മാത്രമാണ്. ഇനിയാണടാ ഉള്ളത് മെയിൻ പിക്ചർ. ഈ പടത്തിന്റെ ക്ലൈമാക്സ് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരിക്കും. ഗുഡ് ഡോഗി, നീ എനിക്കൊരു കാര്യം ചെയ്യേ. അതാ അവിടെ നിൽക്കുന്നില്ലേ, അവനെ പോയി നന്നായിട്ട് കടിക്കേ. ഓ ഓ എന്റെ ടിങ് ടോങ്, നിനക്ക് എന്താ പറ്റിയത്? എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ ഓടുന്നത്? ഗുഡ്. നിങ്ങൾ കളിക്കുകയാണോ? കാണുമ്പോ വളരെ സന്തോഷം തോന്നുന്നു. പിള്ളേരായ ഇങ്ങനെ വേണം. ഇത് കൊള്ളാലോ. ഗട്ടും ടിങ് ടോങ്ങും ചേർന്ന് മാമനെ സന്തോഷിപ്പിക്കാൻ ട്രൈ ചെയ്യാണല്ലേ. താങ്ക് യു ഗട്ടു, താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും എന്റെ മാമനെ നിങ്ങളെ സ്വന്തം മാമനായി കരുതുന്നില്ലേ? സാബ്ജി, നിങ്ങൾ എന്തിനാ ഇവിടെ തറയിൽ കിടന്നുറങ്ങുന്നേ? ഞാനിപ്പോ തുടച്ചതല്ലോ, ഉണങ്ങിയിട്ടില്ല. എന്റെ ടിങ് ടോങ് ഒന്ന് അകത്തോട്ട് പോകുന്നുണ്ടോ? എന്റെ മാമ, നിങ്ങളാണല്ലേ ഇതൊക്കെ ചെയ്തത്? ഇന്നലെയല്ലേ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ടിങ് ടോങ്ങിനെ കുറിച്ച്? അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? എനിക്കറിയാം ഇതിന്റെയൊക്കെ പിറകിൽ നിങ്ങളായിരുന്നു എന്ന്. ഇന്ന് രാവിലെ നിങ്ങൾ ഈ ഡോഗിന്റെ ഫോട്ടോ കാണിച്ച് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് ശരിയല്ലേ? മോനെ ഗട്ടു, ഞാൻ എന്നെ സ്വന്തം മരുമോനെ പോലെയാണ് കാണുന്നത്. പക്ഷേ നീയോ ഞാൻ വന്നത് മുതൽ എന്നെ വഴക്ക് പറയാണ്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നാളെ തന്നെ വീട്ടിൽ നിന്ന് പോയിക്കോളാം. ഗട്ടു, മാമ നിങ്ങളടുത്ത് കളിക്കുകയായിരുന്നില്ലേ? പക്ഷെ നിങ്ങള് എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നേ? ഞാൻ തന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് എന്റെ മാമനെ കാണുന്നത്. പക്ഷെ നിങ്ങൾ എന്താന്ന് വെച്ചാ അനാവശ്യമായിട്ട് അദ്ദേഹത്തെ കുറ്റം പറയുന്നു. ആ ശരിയെന്നേ, സോറി. നിങ്ങൾ മാമനും മരുമാനും കൂടി ഇവിടെ തന്നെ ഇരുന്നോളൂ, ഞാൻ പോവാണ്.
ബോസ് ആ 10ാമത്തെ നിലയിലാണ് ജ്വല്ലറി എക്സിബിഷൻ നടക്കുന്നത്. അതെ ബോസ്, ദേ ആ ബിൽഡിംഗിലാ. കള്ളനെ പിടിക്കാമെന്ന് കരുതി എല്ലാരും താഴെ കാത്തിരിക്കുകയാണ്. പക്ഷെ അവരറിയാതെ ഞാൻ പറന്നു പോയി മോഷ്ടിച്ചോണ്ട് വരും. എന്ത് പണിയാണോ ചെയ്ത? ഇത് മോഷണം പോയി. പിടിക്ക്, ആ കള്ളനെ പിടിക്ക്. സാറെ ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം പോയി ആ കള്ളനെ പിടിക്ക്. എന്റെ ഡയമണ്ട് ഒക്കെ എടുത്തിട്ട് മേലേക്കാ പോയിരിക്കുന്നേ. വേഗം പോയി പിടിക്കവന്. എവിടെയാ അവൻ? പേടിക്കാതെ വേഗം പറയൂ, ഞാൻ അവനെ ഓടിപ്പോയി പിടിക്കുന്നതായിരിക്കും. ആ ചമ്മക് സിംഗ്, ഫോളോ മീ. ഇങ്ങനെ പറക്കുന്നത് ഷേർ സിംഗ് അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് എന്തിനാണ് അങ്ങനെ പോകുന്നത്? നമ്മുടെ വീട്ടിലേക്ക് പോകാൻ അങ്ങനെ ധൈര്യം ഉണ്ടോ? എന്താണ് സംഭവം എന്ന് അറിയണം. ഇപ്പൊ തന്നെ തിരിച്ചു പോവാം. നമ്മുടെ വീട്ടിൽ വന്ന് ഒളിച്ചിരിക്കേണ്ട കാര്യം എന്താ അയാൾക്ക്? അവിടെ നിൽക്കൂ. ചമ്മക് സിംഗ്, വണ്ടി എടുക്ക്. ഈ കട്ടു, എന്റെ സിക്സ്ത് സെൻസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. നോക്ക ബട്ടു മോനെ, എന്റെ സുഹൃത്തിന് എന്നെ തീരെ ഇഷ്ടായില്ല. ഇനി ഇവിടെ ഇരിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാ. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും വേണ്ട. എന്റെ കയ്യിൽ ധാരാളം പൈസ ഉണ്ട്. ഒരുപാട് വിശ്വാസം അല്ലെങ്കിൽ ഇവിടെ നോക്ക്. കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ഇതൊക്കെ എന്റെ മരുമകനായ നിനക്ക് വേണ്ടിയാണ്. ഇതെല്ലാം എനിക്ക് മാത്രാണോ മാമ? ഇതാ നോക്ക് മോനെ, എനിക്ക് സ്വന്തം പറയാൻ വേറെ ആരാ ഉള്ളത്? ഈ വയസ്സിന് എന്തിനാ ഇത്രയും പൈസ? നീയല്ല ചെറുപ്പക്കാരൻ, നിനക്ക് ഒരുപാട് ആവശ്യമുണ്ടാവും. ഇത് മുഴുവനും നീ എടുത്തോ. എനിക്കൊന്നും വേണ്ട, ഞാൻ പോയിട്ട് വരാം. പക്ഷേ ചാവുന്ന കാലത്ത് ഈ വയസ്സനെ നോക്കാൻ ആരുമില്ലാന്ന് ഓർക്കുമ്പോഴാ. സാരമില്ല, നീ നിന്റെ സുഹൃത്തുമായി സന്തോഷമായി കഴിയ്. എനിക്ക് കൂട്ടായിട്ട് ആ ദൈവം ഉണ്ടാവും. ചാവുമ്പോ ശവം എടുക്കാൻ ആരെങ്കിലും അയക്കും. നീ അതോർത്തൊന്നും വിഷമിക്കണ്ട. നീ സന്തോഷമായി കഴിയ്. നിന്റെ സന്തോഷം നിന്റെ സുഹൃത്തിന്റെ സന്തോഷമാണ് എനിക്ക് വലിയത്. അതിനു വേണ്ടി എത്ര വലിയ ത്യാഗം വേണമെങ്കിലും ഞാൻ ചെയ്യും. ഇല്ല മാമ, ഞാൻ നിങ്ങളെ പോവാൻ സമ്മതിക്കൂല. നിങ്ങൾ എന്റെ കൂടെ തന്നെ ഇരുന്നാൽ മതി. ഞാൻ നിങ്ങളെ വിടൂല. കണ്ടോ, നീ ഇത് കണ്ടില്ലേ? മാമനിതാ പോന്നു പറയുന്നു. എന്റെ മാമനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് എന്തുമാത്രം കഥകളും പറഞ്ഞു തന്നിട്ടുണ്ടോ നിനക്കറിയോ? കണ്ടു, നീ എന്തെങ്കിലും ചെയ്യടാ. ഇപ്പോഴാണ് മനസ്സിലായത്, മാമൻ ശരിക്കും ഷേർ സിംഗ് ആണ്. ആ ഷേർ സിംഗിന്റെ തന്നെ ഹെയർ സ്റ്റൈലും പിന്നെ ബാക്കിയുള്ളതും എല്ലാം അയാളെ പോലെ തന്നെ. പക്ഷേ ഈ സത്യം പുറത്തറിയിക്കണമെങ്കിൽ നമ്മള് ഈ ഫാൻ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ഞാനിത് ശരിയാക്കി തരാം. ഞാൻ പറക്കുന്നത് ഇവന്മാർ കണ്ട എന്റെ എല്ലാ കളിയും പുറത്താവും. ഇപ്പൊ ഇതെങ്ങനെയാ മാനേജ് ചെയ്യാ? ബട്ടു, നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. മാമൻ എങ്ങോട്ടും പോകില്ല. അദ്ദേഹത്തിന് കുറച്ച് ദേഷ്യം വന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുറച്ചൊന്ന് ചൂടിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഓക്കേ?
ഗട്ടു എന്റെ മാമനെ പിടിക്കുക. അതേ എന്നെ വിട്ട് പോവാൻ ശ്രമിച്ചോണ്ടിരിക്കുക. വഴി കിട്ടാത്തോണ്ട് ഇവിടെ തന്നെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മോനെ പറ്റു ആ ഫാനോ അല്ലെങ്കിൽ സന്യാസം പോവാൻ പോലും ഈ മാമന്റെ കയ്യും കാലും ഉണ്ടാവില്ല. മോനെ പറ്റു ഒന്ന് ഈ വീട്ടിൽ ഞാനുണ്ടാവണം, അല്ലെങ്കിൽ നല്ല സുഹൃത്തുണ്ടാവണം. ആര് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ. എന്റെ മൊത്തം പ്രോപ്പർട്ടി ഞാൻ നിനക്ക് തരാം. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അല്ലെങ്കിൽ ഇവന്റെ ഒപ്പം പോയി നശിച്ചോ. എന്ത് പറയുന്നു? കറക്റ്റ് മാമ. ഗട്ടു സുഹൃത്തേ, ഇന്ന് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. നിങ്ങൾ എല്ലാ കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു മാമ. പക്ഷെ ഒരു കാര്യം മാത്രം തെറ്റിച്ചു പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞ? ഗട്ടുവും ബട്ടുവും പിരിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞില്ലേ? ഈ ലോകത്തിൽ ആർക്കും ഗട്ടുവിനെയും ബട്ടുവിനെയും പിരിക്കാൻ സാധിക്കില്ല. ഗട്ടു ബട്ടുയുടെ ഫ്രണ്ട്ഷിപ്പ് ടൈറ്റാനിക് ഷിപ്പിനേക്കാളും വലുതാണ്. ഈ ലോകത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഗട്ടു ബട്ടുയുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും പിരിയാത്ത ഒന്നാണ്. ആരും വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലല്ലോ. ഇതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. നിങ്ങളല്ല ശരിക്കുമുള്ള ഇവന്റെ മാമനെന്ന് ഇവനക്ക് മനസ്സിലായി. നിങ്ങൾ ശരിക്കും ഒരു മാമനൊന്നും അല്ല. ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഷേർ സിംഗ് ആണെന്ന്. ശരിയല്ലേ? വിറ്റിത്തരം പറയരുത്. വില്യത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. ഈ ഷേർ സിംഗിനെ ആർക്കും കണ്ടുപിടിക്കാനാവില്ല. സോറി. ഞാൻ വെറുതെ ഒരു തമാശക്ക് നിങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഷേർ സിംഗ് തന്നെയാ. എന്റെ സിക്സ്ത് സെൻസ് അപ്പോഴേ പറഞ്ഞു ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ ഞാൻ കേട്ടില്ലല്ലോ. എടാ, ഞാൻ തനിച്ച് എപ്പോഴും എവിടേക്കും പോവാറില്ല. എപ്പോഴും എന്റെ ബോഡി ഗാർഡ്സ് ഒപ്പം തന്നെ ഉണ്ടാവും. എടാ പിള്ളേരെ വാടാ. ഇനി തുടങ്ങിക്കോ. എല്ലാരും ഞാൻ കാണിച്ചു തരാം. അല്ല, ഒരു സെക്കൻഡ്, ഇതൊന്ന് സൂക്ഷിച്ചു വെക്കണേ. ഞാൻ ഇപ്പൊ പോയിട്ട് വരാവേ. ഞാനാണ് ഇൻസ്പെക്ടർ മന്മാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. കേട്ടോ, നിങ്ങൾ ഒരിക്കലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. പിന്നെ ഞാൻ ഓടി വന്ന് പിടിച്ചു കളയും. ഓ എന്റെ സാറേ, ശരിക്കും ഷേർ സിംഗ് ആണത് ചെയ്തത്. ദാ കണ്ടില്ലേ? ഒരു കാര്യം ചെയ്യൂ, ഇത് കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് ജയിലിൽ പോയി ചായ കുടിച്ചോളൂ. മറ്റൊരു കാര്യം, ഇയാൾ എന്റെ മാമനായിട്ട് അഭിനയിച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുന്നു. അതിനു വേണ്ടി തന്നെ ഇയാളെ സ്പെഷ്യൽ ആയിട്ട് ഒന്ന് നോക്കണം. മന്മാണി സാറേ, എത്ര ശ്രമിച്ചാൽ അവസാനം ജയിക്കുന്നത് ഇവരാണ്. എന്നെ കൊണ്ടുപോയി ജയിലിടൂ. ഞാൻ തോറ്റു. വേഗാവട്ടെ. Watch India's largest kids library only on Jio Hotstar. Download the app now.